ഫ്രണ്ട്സ്, മെട്രിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ടോപ്പിക്കായ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ആണ്. എന്താണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. നോക്കുക, ഇഫ് എ ഈസ് ഈക്വൽ ടു മെട്രിക് എ ഐ ജെ ബി ആൻ എം ബൈ എൻ മെട്രിക്സ്, then the matrix obtained by interchanging the rows and columns of A is called transpose of the matrix A. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ആ മെട്രിക്സിലെ റോകളെയും കോളങ്ങളെയും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന റിസൾട്ടന്റ് മെട്രിക്സിനാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. റോ കിടക്കുന്നതിനെ എല്ലാം കോളംസ് ആയിട്ട് എഴുതുക, കോളംസ് ആയിട്ട് വരുന്നതിനെ എല്ലാം എന്തായിട്ട് എഴുതുക, റോ ആയിട്ട് എഴുതുക. അതായത് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് ട്രാൻസ്പോസ്. ഓക്കെ, ദ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഡാഷ് ഓർ എ റേസ് ടു ടി. ഒന്നുകിൽ നമ്മൾ അതിനെ എ ഡാഷ് എന്നോ എ ടി എന്നോ അല്ലെങ്കിൽ എ റേസ് ടു ടി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ മെട്രിക്സിന്റെ നൊട്ടേഷൻ ഇതാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു മെട്രിക് എ ഐ ജെ ബി എം ബൈ എൻ ഓർഡർ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ട്രാൻസ്പോസ് എ ഡാഷ് എന്ത് വരും, എ ജെ ഐ എന്ന് വരും. ആ ഓർഡർ എന്ത് വരും, എം ബൈ എൻ മാറി എൻ ബൈ എം ആവും. ഇതേ ഉള്ളു വ്യത്യാസം. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഇത്രയാണ്, ഒരു റോ എയിൽ ഉണ്ടെങ്കിൽ എ ട്രാൻസ്പോസിൽ അതേ എലമെന്റ്സ് കോളമായിട്ടായിരിക്കും കിടക്കുന്നത്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആവും, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആകും, തേർഡ് റോ തേർഡ് കോളം ആകും. ഇതേ ഉള്ളു മാറ്റം, വേറെ ഒന്നും ചിന്തിക്കാനില്ല. അപ്പം അങ്ങനെ വരുമ്പം എ എന്ന് പറയുന്നതിന്റെ ഓർഡർ എം ബൈ എൻ എന്നാണെങ്കിൽ എ ട്രാൻസ്പോസിന്റെ ഓർഡർ എന്തായിരിക്കും, അത് റിവേഴ്സ് ആയിരിക്കും. എം ബൈ എൻ, എൻ ബൈ എം, എം ബൈ എൻ തിരിഞ്ഞും മറിഞ്ഞും വരും ഓർഡർ. അപ്പൊ അതൊന്ന് ഓർത്തോണം. അപ്പൊ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് ആണ്. അതെങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാം, ഇന്റർചേഞ്ചിങ് ദ റോസ് ആൻഡ് കോളംസ് ഓഫ് ദ ഗിവൺ മെട്രിക്സ്. തന്നിരിക്കുന്ന മെട്രിക്സിന്റെ റോയും കോളവും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് ആണെന്ന് വിളിക്കുന്നത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് വിളിക്കുന്നത്. എങ്ങനെ ഡിനോട്ട് ചെയ്യും, എ ഡാഷ് എന്നോ എ ടി എന്നോ എ റേസ് ടി എന്നൊക്കെ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, ഇതാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഒരു എക്സാമ്പിൾ നൽകുന്നു. എ ഈസ് ഈക്വൽ ടു 1 2 3 4 1 6 1 2 3 4 1 6. ഓക്കെ ആണല്ലോ, ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇതിന്റെ ട്രാൻസ്പോസ് എന്താ, എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു, നോക്കി, എ ഡാഷ് ഇസ് ഈക്വൽ ടു ഈ 1 2 3 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ അല്ലേ, ഇത് ഫസ്റ്റ് കോളം ആയിട്ട്, അതായത് 1 2 3 താഴോട്ട് അങ്ങ് എഴുതുക, 1 2 3. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ റോ ഏതാ, 4 1 6 അല്ലേ. ഇപ്പൊ രണ്ടാമത്തെ റോ 4 1 6 ആകുമ്പോൾ അതിനെ രണ്ടാമത്തെ കോളമായിട്ട് എഴുതുമ്പോൾ 4 1 6 താഴെ എഴുതുക. ഇത്രയേ ഉള്ളൂ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റോയെ കോളമായിട്ട് അങ്ങ് എഴുതുക, ഇതാണ് സംഭവം. അപ്പൊ എ ട്രാൻസ്പോസിന്റെ എക്സാമ്പിൾ ആണ് ഈ കിടക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ എ ജെ ഐയും എ ഐ ജെയും എന്ന് പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരികയാണ്. ഈ ഫസ്റ്റ് എയ്ക്കകത്തുള്ള രണ്ടാമത്തെ എലമെന്റ് ആയിട്ട് നമുക്ക് രണ്ടാമത്തെ എലമെന്റ് ഏതാ, എ 1 2 ആണ്. എ 1 2ന്റെ വാല്യൂ ഇവിടെ എന്താ, 2 അല്ലേ. അവിടെ 2ന്റെ വാല്യൂ ഏതാ, എ 21 ആണ്. എ 1 2ഉം എ 21ഉം ഈക്വൽ ആകും, അത് ഓർത്തോണം. അതുപോലെ എ 1 3, ഇവിടുത്തെ എ 1 3 ഏതാ, 3 ആണ്. അപ്പൊ അവിടുത്തെ എ 31 എന്തായിരിക്കും, 3 ആയിരിക്കും. നോക്കി, എ 31 3 അല്ലേ. ഇതാണ് സംഭവം. എ ഐ ജെ എ ജെ ഐ റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എ 1 2ൽ വരുന്ന നമ്പർ ട്രാൻസ്പോസിൽ പോകുമ്പോൾ എ 21ൽ വരും. എ 5 3ൽ വരുന്ന നമ്പർ ട്രാൻസ്പോസിൽ പോകുമ്പോൾ എ 35 വരും. ആ ക്വസ്റ്റിനകത്ത് വരും. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇപ്പം സിമ്പിളായിട്ട് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ആയിട്ട് കിടക്കുന്നതിനെ കോളമായിട്ട് എഴുതി വെക്കുക. ഇതാണ് പരസ്പരം ഇന്റർചേഞ്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ ഒരെണ്ണം ചേഞ്ച് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേതും ചേഞ്ച് ആയിക്കോളും. ഇവിടെ നമ്മൾ റോ ആയിട്ട് വരുന്നതിന് കോളമായിട്ട് എഴുതിയുള്ളൂ, പക്ഷേ ടോട്ടലി ഇന്റർചേഞ്ച് ആയി മാറി. കാര്യം ഇവിടെ നമ്മുടെ കോളം നോക്കിയ ഫസ്റ്റ് കോളം ഏതായിരുന്നു, എയുടെ ഫസ്റ്റ് കോളം ഏതാ, 1 4. അവിടുത്തെ ഫസ്റ്റ് റോ നോക്കി 1 4 അല്ലേ. സെക്കൻഡ് കോളം 2 1 അല്ലേ, അവിടുത്തെ സെക്കൻഡ് റോ നോക്കി അത് 2 1 അല്ലേ. അപ്പോൾ ഒരെണ്ണം ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേതങ്ങ് ചേഞ്ച് ആയിക്കോളും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് what are the properties of transpose of a matrix. അപ്പം ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. പ്രധാനമായിട്ട് 4 മേജർ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന്, എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തതിന് ശേഷം ആ കിട്ടിയ ട്രാൻസ്പോസിനെ വീണ്ടും ട്രാൻസ്പോസ് എടുക്കുന്നു, അതിനെ വീണ്ടും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, റോയും കോളും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തുടക്കത്തിലുള്ള എ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കെ
A the whole transpose is equal to K into A transpose where K is a constant. അതായത് K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ട് A മൾട്ടിപ്പിൾ ചെയ്യുക, ദാറ്റ് മീൻസ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയ ശേഷം ട്രാൻസ്പോസ് എടുക്കുന്നതും ട്രാൻസ്പോസ് എടുത്തിട്ട് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നതും സെയിം ആയിരിക്കും. K A the whole transpose is equal to K into A transpose. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയ ശേഷം ട്രാൻസ്പോസ് എടുക്കുന്നതും ട്രാൻസ്പോസ് എടുത്ത ശേഷം സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നതും ഒരേ റിസൾട്ട് ആയിരിക്കും എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. എ പ്ലസ് ബി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ബി ഡാഷ്. അഥവാ എ ബി എന്നീ രണ്ട് മെട്രിക്സുകളുടെ സമ്മ് കണ്ടുപിടിച്ച ശേഷം ട്രാൻസ്പോസ് എടുക്കുന്നതും ഓരോന്നിൻ്റെയും ട്രാൻസ്പോസ് കണ്ടുപിടിച്ച ശേഷം സം എടുക്കുന്നതും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. A plus B the whole transpose is equal to A transpose plus B transpose. That's the third property. നാലാമത്തെ പ്രോപ്പർട്ടിയിലോട്ട് പോയി കഴിഞ്ഞാൽ നാലാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഇതാണ്. A B the whole transpose is equal to B transpose into A transpose. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കുക. നാലാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് A B എന്നീ രണ്ട് മെട്രിക്സുകൾ ഉണ്ടാവുകയും ഇവയുടെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ച ശേഷം ട്രാൻസ്പോസ് എടുക്കുകയും ചെയ്യുന്നത്, അതായത് എ ബി ദ ഹോൾ ട്രാൻസ്പോസ്, അത് അങ്ങനെ എടുക്കുന്ന റിസൾട്ടന്റ് മെട്രിക്സ് ബിയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, എയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, ബി ട്രാൻസ്പോസും എ ട്രാൻസ്പോസും കണ്ടുപിടിച്ച ശേഷം ഇവയുടെ പ്രോഡക്റ്റ് എടുക്കാൻ ശ്രദ്ധിച്ചോണം. എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്നല്ല, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നായിരിക്കും. അതായത് ഒന്നുകൂടെ പറയുന്നു, എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽസ് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്നായിരിക്കും. തിരിച്ചു വരും. അതായത് പ്രോഡക്റ്റ് എടുത്തിട്ട് ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നതിന് പകരം ട്രാൻസ്പോസ് എടുത്ത് പ്രോഡക്റ്റ് എടുത്താൽ മതി, പക്ഷേ പ്രോഡക്റ്റ് എടുക്കേണ്ടത് റിവേഴ്സ് ഓർഡറിലായിരിക്കണം. ഇതുപോലെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എ ബി സി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സി ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നായിരിക്കും. മൂന്ന് പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് ട്രാൻസ്പോസ് എടുക്കുന്നതിന് പകരം റിവേഴ്സ് ഓർഡറിൽ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് പ്രോഡക്റ്റ് എടുത്താൽ മതി. ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, റിവേഴ്സ് ഓർഡറിൽ എന്ത് ചെയ്യുകയും ചെയ്താൽ മതി, പ്രോഡക്റ്റ്. അപ്പോൾ ആദ്യം സി ട്രാൻസ്പോസ്, ബി ട്രാൻസ്പോസ്, എ ട്രാൻസ്പോസ്. ഇതൊന്ന് ഓർത്ത് വെച്ചോണം. നമുക്ക് രണ്ട് കേസേ പഠിക്കാനുള്ളൂ. മൂന്നാമത്തെ കേസ് ഞാൻ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു. ഇതുപോലെ 4-5 കേസ് നമുക്ക് ഓർക്കാം. ഓർക്കേണ്ടത് ഇതാണ്, പ്രോഡക്റ്റ് എടുത്ത് ട്രാൻസ്പോസ് കാണുന്നതിന് പകരം ട്രാൻസ്പോസ് എടുത്തിട്ട് റിവേഴ്സ് ആയിട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 4 പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് മേജറായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസും ഉൾപ്പെടുന്ന രീതിയിൽ നമുക്ക് ഓരോ ചോദ്യങ്ങളൊന്ന് മനസ്സിലാക്കാം. അതായത് ഓരോ ചോദ്യത്തിലൂടെ ഈ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. ഇപ്പോൾ ഒന്നാമതോടെ നൽകിയിരിക്കുന്നത് കൺസിഡർ എ മെട്രിക്സ് 1 6 2 4. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നൽകി, ദാറ്റ് ഈസ് 1 6 2 4 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എന്താ, എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ എന്നാണ്. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ട ശേഷം അതിനെ വീണ്ടും ട്രാൻസ്പോസ് എടുത്താൽ നമ്മുടെ തുടക്കത്തിലുള്ള എ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മുടെ തന്നിരിക്കുന്ന ഗിവൺ മെട്രിക്സ് 1 6 2 4 അല്ലേ. ഇവിടെ 1 6 ഫസ്റ്റ് റോ, അപ്പോൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അതിനെ ഫസ്റ്റ് കോളമായിട്ട് എഴുതണം 1 6. സെക്കൻഡ് റോ 2 4, അതിനെ സെക്കൻഡ് കോളമായിട്ട് താഴോട്ട് എഴുതുന്നു 2 4. ദാറ്റ് മീൻസ് ഇവിടെ യഥാർത്ഥത്തിൽ 1 2 6 4 എന്നല്ലേ വരുന്നത് എ ട്രാൻസ്പോസ്. വീണ്ടും അതിന്റെ ട്രാൻസ്പോസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. അപ്പൊ അവിടെ എ ട്രാൻസ്പോസിലെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 1 2, അതിനെ ഫസ്റ്റ് കോളമായിട്ട് എഴുതണം. ദാറ്റ് മീൻസ് 1 2 താഴെ എഴുതണം, 1ന്റെ താഴെ 2 എഴുതുക. അടുത്ത രണ്ടാമത്തെ റോ ഏതാ, രണ്ടാമത്തെ റോ 6 4 അല്ലേ, അതിനെ രണ്ടാമത്തെ കോളമായിട്ട് എഴുതുക, 6 താഴെ 4. അപ്പൊ നമുക്ക് നോക്കി 1 6 2 4 എന്ന് കിട്ടിയില്ലേ, ഇത് തന്നെയല്ലേ നമ്മുടെ എ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്, എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. അത് നമ്മുടെ എക്സാമ്പിളിലൂടെ വെരിഫൈ ചെയ്ത് നോക്കുകയും ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി നമുക്ക് ഈ രീതിയിലൊന്ന് ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് കെ എ ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ട് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്തി ട്രാൻസ്പോസ് എടുക്കുന്നതും ട്രാൻസ്പോസ് എടുത്തിട്ട് കെ കൊണ്ട് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നതും സെയിം ആയിരിക്കും നാം ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് കെ എ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്താ കെ എ? ഓരോ എലമെന്റിനെയും കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ 1 ഇൻറ്റു കെ കെ, 6 ഇൻറ്റു കെ 6k, 2 ഇൻറ്റു കെ 2k, 4 ഇൻറ്റു കെ 4k. ദാറ്റ് മീൻസ് കെ 6k 2k 4k. ദാറ്റ് ഈസ് കെ എ.
അതിന്റെ ട്രാൻസ്പോസ് കെ എ ദ ഹോൾ ട്രാൻസ്പോസ്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കെ എ ദ ഹോൾ ട്രാൻസ്പോസ് ആണല്ലോ. കെ എ ഉണ്ട്, അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. കെ എയുടെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് റോ കെ 6k അല്ലേ, അതിനെ ഫസ്റ്റ് കോളം ആക്കുക. കെ തൊട്ട് താഴെ 6k. സെക്കൻഡ് റോ എന്താ? 2k 4k. അപ്പൊ സെക്കൻഡ് റോയെ സെക്കൻഡ് കോളം ആക്കുക. 2k തൊട്ട് താഴെ 4k. അപ്പൊ നമുക്ക് കെ എ എങ്ങനെ കിട്ടും? കെ 2k 6k 4k. ഓക്കെ ആണല്ലോ പറഞ്ഞ കാര്യം. ഇനി അടുത്തത് റൈറ്റ് സൈഡ് നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. റൈറ്റ് സൈഡ് പറയുന്നത് ട്രാൻസ്പോസ് കണ്ടിട്ട് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ എ എത്ര ആയിരുന്നു? എ നമ്മുടെ കയ്യിൽ ആൾറെഡി ഉണ്ട് 1624. അതുപോലെ എ ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞു. എ ട്രാൻസ്പോസ് എന്താ? 12 6 4. അപ്പോൾ എ ട്രാൻസ്പോസിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ, ദാറ്റ് മീൻസ് എ ഡാഷ് എടുക്കുമ്പോൾ റിസൾട്ട് കെ ഇൻറ്റു എന്ത് വരും? എ ഡാഷ് എത്ര? എ ട്രാൻസ്പോസ് എത്ര? 1264 അല്ലേ? 1264 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കെ 2k 6k 4k which is equal to ka the whole transpose. That means second condition satisfy ചെയ്യുന്നുണ്ട്. ka the whole transpose is equal to k into a transpose. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയ ശേഷം ട്രാൻസ്പോസ് എടുക്കുന്നതും ട്രാൻസ്പോസ് എടുത്ത ശേഷം സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നതും സെയിം റിസൾട്ട് ആയിരിക്കും. ഇനി മൂന്നാമത്തെ കേസിലോട്ട് പോകാം. അവിടെ നമുക്ക് രണ്ട് മെട്രിക്സ് വേണം. ആ രണ്ട് മെട്രിക്സുകൾ എ എന്നും ബി എന്ന് പറയുന്ന രണ്ട് മെട്രിക്സുകൾ രണ്ടും 2/2 ആണ്. Here A is equal to 16243. അതുപോലെ ബി is equal to 2432. മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എന്താ? എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. സം എടുത്തിട്ട് ട്രാൻസ്പോസ് കാണുന്നതും ട്രാൻസ്പോസ് എടുത്തിട്ട് സം കാണുന്നതും സെയിം റിസൾട്ട് ആയിരിക്കും. ഇത് വെരിഫൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് കാണേണ്ടത് എ പ്ലസ് ബി. രണ്ട് മെട്രിക്സ് ആഡ് ചെയ്ത് നോക്കിയേ. വാട്ട് ഈസ് എ പ്ലസ് ബി? കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്തേ. 1ഉം 2 ആഡ് ചെയ്യുമ്പോൾ 3, 6ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ 10, 4ഉം 3ഉം ആഡ് ചെയ്യുമ്പോൾ 7, അതുപോലെ 3ഉം 2 ആഡ് ചെയ്യുമ്പോൾ 5. ദാറ്റ് മീൻസ് 3 10 7 5. ദാറ്റ് ഈസ് എ പ്ലസ് ബി. അതിന്റെ ട്രാൻസ്പോസ് എടുത്താലോ? എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്. അപ്പൊ എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് കാണുന്നു. അങ്ങനെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് വരും? 3 10 ഫസ്റ്റ് റോ അല്ലേ, ഫസ്റ്റ് കോളം ആക്കിക്കേ. 3 താഴെ 10, 3യുടെ താഴെ 10 ഫസ്റ്റ് കോളം. ഇനി സെക്കൻഡ് റോ എന്താ? 7 5. അതിനെ സെക്കൻഡ് കോളം ആക്കുക. 7 5 താഴെ വരും. ദാറ്റ് മീൻസ് 3 7 10 5. ദാറ്റ് ഈസ് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലൂടെ ചെക്ക് ചെയ്ത് നോക്കാം. റൈറ്റ് സൈഡ് പറയുന്നത് എന്താ? എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ഫസ്റ്റ് എ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച്. എ ട്രാൻസ്പോസ് എന്ത് വരും? എയുടെ റോയും കോളും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എ ട്രാൻസ്പോസ് എന്ത് വരും? 1 4 6 3. ഓക്കെ ആണല്ലോ. സിമിലർലി വാട്ട് ഈസ് ബി ട്രാൻസ്പോസ്? ബിയുടെ റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്തേ. റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ 2 3 4 2 2 3 4 2. അപ്പോൾ ഇവിടെ നമുക്ക് എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും ആഡ് ചെയ്ത് നോക്കാം. എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും ആഡ് ചെയ്യാം. കറസ്പോണ്ടിങ് എലിമെന്റ്സ് 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3, 4ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 7, 6ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 10, 3ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5. ദാറ്റ് മീൻസ് 3 7 10 5 which is equal to എന്തിനോട് ഈക്വൽ ആണ്? എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസിനോട് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽസ് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. അപ്പോൾ ഒരു ക്വസ്റ്റിലൂടെ നമ്മൾ അതും വെരിഫൈ ചെയ്തു. ഇത് വെരിഫൈ ചെയ്യാൻ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഇങ്ങനെയാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക് നാലാമത്തെ പ്രോപ്പർട്ടിയിലോട്ട് പോകണം. നാലാമത്തെ പ്രോപ്പർട്ടി പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യനല്ല, നമ്മൾ വേറൊരു ക്വസ്റ്റ്യനാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് മെട്രിക്സുകൾ, നാലാമത്തെ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാനും നമ്മൾ രണ്ട് മെട്രിക്സ് നൽകുന്നു. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് മെട്രിക്സുകൾ നൽകുന്നു. മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു -2 4 5 -2 4 5 അല്ലേ? ഇതൊരു കോളം മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്ന ഒരു റോ മെട്രിക്സ് നമ്മൾ ചൂസ് ചെയ്യുന്നു. 1 3 -6. അപ്പം നാലാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഇതാണ്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ്. പ്രോഡക്റ്റ് എടുത്ത് ട്രാൻസ്പോസ് കാണുന്നത് ഞാൻ പറഞ്ഞു എന്ത് ചെയ്താൽ മതി? ട്രാൻസ്പോസ് എടുത്തിട്ട് റിവേഴ്സ് ആയിട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എ ബി ഇൻറ്റു ബി. എ ഫസ്റ്റ് മെട്രിക്സ് ഏതാ? -2 4 5 ഇൻറ്റു സെക്കൻഡ് മെട്രിക്സ് ഏതാ? 1 3 -6. ആദ്യത്തെ ഓർഡർ 3/1ഉം രണ്ടാമത്തെ ഓർഡർ 1/3. ഇപ്പോൾ റിസൾട്ടിൻ്റെ ഓർഡർ 3/3 ആയിരിക്കും. ഇത് കാണുമ്പോൾ ചെറുതാന്ന് തോന്നുന്നെങ്കിൽ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 3/3. മൊത്തത്തിൽ 9 എലമെന്റ്സ് ആണുള്ളത്. അതൊന്ന് ഓർത്തോണം. ഇവിടെ നമുക്ക് 9 എലമെന്റ്സ് A11 മുതൽ A33 വരെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോ റോയും കോളവും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നു.
A11 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം നോക്കിയേ -2 × 1 ദാറ്റ് ഈസ് -2. മൾട്ടിപ്ലൈ ഇവിടെ സിമ്പിൾ ആണ്, കാര്യം വേറെ എലമെന്റ്സ് ഒന്നുമില്ല. അടുത്തത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എന്ത് വരും -2 × 3 ദാറ്റ് ഈസ് -6. ഫസ്റ്റ് റോ തേർഡ് കോളം എന്ത് വരും -2 × -6 ദാറ്റ് ഈസ് 12. ഇറ്റ്സ് ഫസ്റ്റ് റോ കംപ്ലീറ്റ്. A11 A12 A13 ആയി. ഇനി A21 പോകാം. സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം ഓരോ എലമെന്റേ ഉള്ളൂ, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സെക്കൻഡ് റോയിൽ വരുന്ന 4ഉം സെക്കൻഡ് റോയും ഫസ്റ്റ് കോളത്തിൽ വരുന്ന ഏത് നമ്പർ 1ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 × 1 ദാറ്റ് ഈസ് 4. അടുത്ത മൾട്ടിപ്ലൈ ഉള്ളത് A22 സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോയും സെക്കൻഡ് കോളം 4 × 3 ദാറ്റ് ഈസ് 12. അടുത്തത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് സെക്കൻഡ് റോ തേർഡ് കോളം, സെക്കൻഡ് റോ 4 × -6 -6 എത്ര വരും 4 × -6 -24. ദാറ്റ്സ് സെക്കൻഡ് റോ A21 A22 A23 ആയി. ഇനി നമുക്ക് A31 തേർഡ് റോയും ഫസ്റ്റ് കോളവും നമ്പേഴ്സ് ഏതൊക്കെയാണ് 5ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5. അടുത്തത് തേർഡ് റോയും സെക്കൻഡ് കോളവും ഏതൊക്കെയാണ് നമ്പേഴ്സ് 5ഉം 3ഉം ദാറ്റ് ഈസ് 15. അടുത്തത് തേർഡ് റോയും തേർഡ് കോളവും 5 × -6 ദാറ്റ് ഈസ് -30. ആൻഡ് ദാറ്റ് അബൌട്ട് AB. പക്ഷെ നമുക്ക് AB അല്ല വേണ്ടത്, ABയുടെ ട്രാൻസ്പോസ് ആണ് വേണ്ടത്. AB ഒരു 3/3 ആണ്, അതിന്റെ ട്രാൻസ്പോസ് എടുത്താലും 3/3 ആണ്. സ്ക്വയർ മെട്രിക്സ് അല്ലേ, ഓർഡറിന് ചേഞ്ച് വരത്തില്ല, എലമെന്റ്സ് മാറി വരും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് ചെയ്യാനുള്ളത് AB കണ്ടുപിടിച്ചു. ABയുടെ ട്രാൻസ്പോസ് കാണാൻ ABയുടെ ഫസ്റ്റ് റോ എടുക്കാം. ഫസ്റ്റ് റോ ഏതാ ABയുടെ -2 -6 12 അല്ലേ, അതിനെ ഫസ്റ്റ് കോളം ആക്കുക -6. അപ്പോൾ AB ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എന്ത് വരും -2 തൊട്ട് താഴെ -6 അതിൻ്റെ താഴെ 12. ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളമായിട്ട് എഴുതി. ഓക്കെ ആണല്ലോ. സെക്കൻഡ് റോ നോക്കിയേ ABയുടെ സെക്കൻഡ് റോ ഏതാ 4 12 -24 4 12 -24 അതിനെ സെക്കൻഡ് കോളമാക്കുക താഴെ 4 12 -24. ഇനി തേർഡ് കേസ് ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തേ. തേർഡ് റോ ഏതാ 5 15 -30 അത് തേർഡ് കോളമാക്കിയാൽ മതി. എന്ത് വരും 5 15 -30. ആൻഡ് ദാറ്റ്സ് അബൌട്ട് AB ദ ഹോൾ ട്രാൻസ്പോസ്. ഓക്കെ ആണേ. ഇനി നമുക്ക് റൈറ്റ് സൈഡിലോട്ട് പോകാം. റൈറ്റ് സൈഡ് പറയുന്നത് B ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, അതിനെ A ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് അപ്പോൾ നമുക്ക് B ട്രാൻസ്പോസ് എന്താണെന്ന് നോക്കാം. എന്താണ് B ട്രാൻസ്പോസ്? 1 3 -6 എന്ന് പറയുന്ന ഒരു റോ മെട്രിക്സിനെ ഇന്റർചേഞ്ച് ചെയ്യുക, അവിടെ അത് കോളം മെട്രിക്സ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ 1 3 -6 എന്ന് പറഞ്ഞ റോയെ എന്താക്കി മാറ്റിയാൽ മതി, 1 3 -6 എന്ന് പറഞ്ഞ കോളം മെട്രിക്സ് ആക്കി മാറ്റിയാൽ മാത്രം മതി. സോ B ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക 1 3 -6. സോ A ട്രാൻസ്പോസ് എന്ത് വരും? A ട്രാൻസ്പോസ് ഒരു കോളം മെട്രിക്സ് ആണ്, സോറി A ഒരു കോളം മെട്രിക്സ് ആണ്. സോ A ട്രാൻസ്പോസ് എന്താവും, ഒരു റോ മെട്രിക്സ് ആവും. അപ്പോൾ ആ കോളത്തെ അങ്ങ് റോ ആക്കി എഴുതിയാൽ മാത്രം മതി. -2 4 5 -2 4 5 ദാറ്റ്സ് B ട്രാൻസ്പോസ് ആൻഡ് A ട്രാൻസ്പോസ്. ഇനി ഇവയുടെ പ്രോഡക്റ്റ് എടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ ഓർഡർ എന്തായിരിക്കും? B ട്രാൻസ്പോസിന്റെ ഓർഡർ 3/1ഉം A ട്രാൻസ്പോസിന്റെ ഓർഡർ 1/3. റിസൾട്ട് എന്തായിരിക്കും? പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 3/3 ആയിരിക്കും. നേരത്തെ പോലെ 9 എലമെന്റ്സ് ഇവിടെയും വേണം. ആ 9 എലമെന്റ്സ് കണ്ടുപിടിക്കാം. A11 എന്തുവരെ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്തേ 1 × -2 ദാറ്റ് ഈസ് -2. A12 ആകുമ്പോൾ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എന്ത് വരും നമ്പർ 1 × 4 ദാറ്റ് ഈസ് 4. A13 ഫസ്റ്റ് റോ തേർഡ് കോളം 1 × 5 ദാറ്റ് ഈസ് 5. അടുത്തത് A21 സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 3 × -2 ദാറ്റ് ഈസ് -6. ഓക്കെ. ഇനി അടുത്തത് A22 എന്ത് വരും? A22 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 12. അടുത്ത മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. അടുത്ത മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 15. അടുത്ത ലാസ്റ്റ് റോയിലോട്ട് പോകാം. A31 എന്താ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 -2 ദാറ്റ് ഈസ് 12. അടുത്ത മൾട്ടിപ്പിൾ ചെയ്യാം -6 × 4 ദാറ്റ് ഈസ് -24. ലാസ്റ്റ് കേസ് A33 തേർഡ് റോ തേർഡ് കോളം -6 × 5 ദാറ്റ് ഈസ് -30. അപ്പോൾ നമുക്ക് B ട്രാൻസ്പോസിന്റെ A ട്രാൻസ്പോസ് എങ്ങനെ കിട്ടി? -2 4 5 -6 12 15 12 -24 -30. And that's about B transpose into A transpose. And which is equal to AB the whole transpose. അല്ലേ? ഓക്കെ, ഇത് രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നാലാമത്തെ പ്രോപ്പർട്ടി നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിച്ചു. അപ്പം എന്താണ് ട്രാൻസ്പോസ് എന്നും ആ ട്രാൻസ്പോസിൻ്റെ 4 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്താണെന്നും അവ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള എക്സാമ്പിൾസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്താണ് ഈ ട്രാൻസ്പോസ് എന്നും ആ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടിയെക്കുറിച്ചും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക്
ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഇന്ന് തരുന്നതായിരിക്കും. എല്ലാവരും ആക്ടിവിറ്റീസ് ഇന്ന് തന്നെ ചെയ്യുക. ഉടൻ തന്നെ ചെയ്ത് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ഈ ക്ലാസ് ഡൗട്ടുള്ളവർ ഒന്നും കൂടെ റിവൈൻ ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ക്ലാസ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി.